ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചന്ദ്രനെയും രവീനെയാണ്. അപ്പോൾ തിരയിതാറിഞ്ഞപ്പോഴത്തേനും ചന്ദ്ര ആകെ വെപ്രാളം പിടിക്കാൻ തുടങ്ങി. രവിയേട്ടാ, വേഗം തന്നെ അവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ. അവനവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്കെന്താ ചന്ദ്ര പ്രശ്നം? അവനെ ഒരു ദിവസമെങ്കിലും സമാധാനത്തോട് ഇച്ചിരി ഭക്ഷണം കഴിച്ചാൽ അവനവിടെ നിൽക്കട്ടെ. അവനവിടെ താമസിച്ചു എന്ന് കരുതി ലോകമൊന്നും അവസാനിക്കാൻ പോണില്ല. അല്ല പിന്നെ എന്ന് പറഞ്ഞ് രവി അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ടോ. അപ്പോൾ ചന്ദ്ര പെട്ടു. എന്ത് ചെയ്യും ഇനി, എന്ത് ചെയ്യും അവനെ? അപ്പോൾ തേണ്ട നമ്മുടെ ഭയങ്കര ഉറക്കത്തിലാണ് നമ്മുടെ സച്ചി. അപ്പോൾ രേവതി വന്ന് അതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കണം. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി ഓടി എത്തിയ ആളുടെ അപ്പോൾ ദേവു വന്നു കേട്ടോ. ദേവു വന്നിട്ട് ആഹാ ചേച്ചി എന്താ റൊമാൻസ് ആണോ? എന്തേ പകൽക്കിനാവാണോ? ബഹളം ഉണ്ടാക്കാതെ സച്ചേട്ടൻ ഉറങ്ങട്ടെ, നീ പോ എന്ന് പറഞ്ഞ ദേവുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് അതെ സച്ചിനെ നീ വിളിച്ചെണീപ്പിക്കും. മിണ്ടരുതേ എൻ്റെ പൊന്നമ്മേ, സച്ചിൻ ഉറങ്ങാം, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. സച്ചേട്ടനെ താരാട്ട് പാടി ഉറക്കിയതുപോലെ ഉണ്ട്. എടി അവനെ എഴുന്നേപ്പിക്കടി, നല്ല ഉറക്കത്തിലാ, എന്തിനാ ശല്യപ്പെടുത്തുന്നത്? അവന് ജോലിയില്ലേ? സമയം എത്രയായെന്നാ വിചാരം? സമയമാകുമ്പോൾ എഴുന്നേറ്റോളും. പാവം രാവും പകലും കാർ ഓടിക്കുന്നതല്ലേ, അല്പം ഒന്ന് വിശ്രമിക്കട്ടെ. മോളെ, പകൽ കുറേ സമയമൊന്നും ഉറങ്ങാൻ പാടില്ല, അത് ശരീരത്തിന് നല്ലതല്ല. അതെ, ഇപ്പം അദ്ദേഹം ഉറങ്ങുന്നതാണോ പ്രശ്നം, അതോ ഇവിടെ കിടക്കുന്നതാണോ പ്രശ്നം? അല്ല, ഭക്ഷണം കഴിച്ച ഉടനെ പോകുന്നല്ലേ പറഞ്ഞത്. കുറേ സമയമായില്ലേ, എവിടെ എങ്ങനെ നിന്നാ? ഇവിടെ നിന്നാൽ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. മോളെ, അവൻ്റെ അമ്മ അറിഞ്ഞാൽ ഇനി എന്താ ഉണ്ടാകുക എന്ന് ഊഹിക്കാലോ. അവരിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? സച്ചേട്ടൻ ഇവിടെ വന്നത് അവരറിയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ദേവു. ചന്ദ്ര എങ്ങനെയെങ്കിലും അറിയാം. അവനോട് യുദ്ധത്തിന് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. രേവതി, നീ അവനെ വിളിച്ചെണീപ്പിക്കൊന്ന്. എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ. അമ്മ വേണമെങ്കിൽ ഒന്ന് പോയി വിളിച്ചെഴുന്നേപ്പിച്ചോ. ഞാനോ? ആ, ഞാൻ എങ്ങനെയാടി? അമ്മയ്ക്കല്ലേ ഇപ്പം സച്ചേട്ടൻ പോകണമെന്ന് നിർബന്ധം. ചെന്ന് വിളിക്ക് എന്ന് പറഞ്ഞു. മോളെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ആടി മാസത്തെ സച്ചി വന്ന കാര്യം എല്ലാവരും അയൽപക്കത്ത് അറിഞ്ഞോ? അവരാരെങ്കിലും ചന്ദ്രയോട് പറയും. ചന്ദ്ര ഇങ്ങോട്ട് വന്ന ആകെ പ്രശ്നമാവും. അമ്മേ എന്ന് വിളിച്ചോ. അമ്മയൊന്നും മിണ്ടാതിരിക്കുക. അമ്മയുടെ ശബ്ദം കേട്ട് അലാറം അടിച്ചു എന്ന് കരുതി സച്ചിയേട്ടൻ എഴുന്നേക്കും. ശല്യപ്പെടുത്താതമ്മേ, ഉറങ്ങിക്കോട്ടെ. സച്ചിയേട്ടൻ ഉണരാനായിട്ട് അർദ്ധരാത്രി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേടിപ്പിക്കാതെ ദേവു, നീ എന്താ അവനിവിടെ നിന്ന് പോയാലേ എനിക്ക് സമാധാനമോ? വീട്ടിൽ വന്ന മരുമോനോട് 5-6 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നാ പറയേണ്ടത്, അല്ലാതെ ഓടിക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. കഷ്ടം തന്നെ അമ്മേ. അവനിവിടെ വരുന്നതിൽ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ. പക്ഷേ ഈ സമയമായോണ്ടല്ലേ മോളെ. ചേച്ചി പാല് എന്ന് പറഞ്ഞു. അതെ, ഒച്ച വയ്ക്കാടാ, സച്ചേട്ടൻ ഉറങ്ങുക. അമ്മേ, സച്ചേട്ടൻ ഉണരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കണം, വടയും വേണം, പരിപ്പ് വടയാണ് ഇഷ്ടം. അപ്പോൾ ഈ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുക കേട്ടോ. അപ്പോൾ ചാടി എഴുന്നേറ്റു അലറി വിളിച്ച്. അയ്യോ, ഞാൻ പേടിച്ചു പോയി. പേടിക്കണ്ട, നിങ്ങളുടെ ഫോൺ ബെല്ലടിച്ചതാ. ആണോ? ഞാൻ എന്തോ സ്വപ്നം കണ്ടു. അപ്പോൾ വേഗം ഫോൺ എടുത്തു. ഓ, മൈത്രി നഗറിലോ? ശരി സാർ, ഞാൻ വരാം സാർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഓട്ടം കിട്ടിയത് കേട്ടപ്പോഴത്തേനും ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആ ശരി സാർ എന്ന് പറഞ്ഞ് വേഗം തന്നെ ചാടി ഇങ്ങോട്ടേക്ക് എഴുന്നേൽക്കുകയാണ്. ഓട്ടം റെഡിയായില്ലേ മോനെ? അപ്പം പെട്ടെന്ന് പോകണമല്ലേ എന്ന് ചോദിച്ചു. ആ, സ്ഥിരം വിളിക്കുന്നയാളാ, അയാൾക്ക് ഒരു ഷോപ്പിങ്ങിന് പോകണമെന്ന്. തല നേരെ നിൽക്കുന്നില്ല, ഉറക്കം മതിയായില്ല എനിക്ക് എന്ന് പറഞ്ഞ ഉടനെ സച്ചി, എന്നാൽ പിന്നെ പോയി കിടന്നുറങ്ങിക്കോ, എന്താണെങ്കിലും ഇനിയിപ്പോൾ ഈ രീതിയിൽ കാർ ഓടിക്കണ്ട എന്ന് പറഞ്ഞ ഉടനെ രേവതി നീ എന്താടി പറയുന്നത്? ജോലിക്ക് പോകാനായിട്ട് വിടവനെ, അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചുമ്മാ. അതെ, മുഖം കഴുകിയാൽ ശരിയായിക്കോളും മോനെ, ഉറക്കക്ഷീണമൊക്കെ മാറിക്കോളും. സച്ചി ഇങ്ങനെ നോക്കണം, എന്താ ഇങ്ങനെ? കിട്ടിയ ഓട്ടം എന്നാലും കളയണ്ട. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ദിവസം ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അതമ്മ പറഞ്ഞത് വളരെ കറക്റ്റാണ്. രേവതി, എന്നാൽ ഞാൻ പോയേക്കാം. നിൽക്ക്, ഞാൻ ചായ ഉണ്ടാക്കിത്തരാം, കുടിച്ചിട്ട് പോയാൽ മതി, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം, ഇവിടെ ഇരി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ സച്ചി കസേരയിലൊക്കെ ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വീണ്ടും ലക്ഷ്മിക്ക് ആകെ ടെൻഷൻ. എന്താ ഇപ്പോൾ ചെയ്യുക, ഒന്നും പറയാനും പറ്റില്ല. വല്ലാത്ത ക്ഷീണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ചായ ഇടുകയാണ്. എൻ്റെ പൊന്നടി, നീ എന്താടി പറഞ്ഞത്? അവൻ പോവില്ലായിരുന്നോ? നമ്മളുടെ ചായ. അമ്മേ, ചായ കുടിച്ചിട്ട് പോയാൽ നല്ല ചുറുചുറുക്കോടെ വണ്ടി ഓടിക്കാം. സച്ചേട്ടൻ പോകരുതെന്നാ ചേച്ചിയുടെ മനസ്സിൽ. അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുന്നതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ എന്തുണ്ട്? നിൻ്റെ ഒരു സന്തോഷം.
മിണ്ടാതിരിക്കുന്ന നല്ലത്. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കോട്ടോ നീ. രേവതി എന്ന് വിളിച്ചു. അയ്യോ ദേ പിന്നെ. അപ്പോൾ ലക്ഷ്മി ഇതേ പുറകെ ചെല്ലുകയാണ്. അതെ എന്നാൽ പിന്നെ ഞാൻ പോയേക്കാം, ചായ കുടിച്ചിട്ട് പോവാം, ഇപ്പം റെഡിയാവും. വേണ്ട രേവതി, ചായ കുടിക്കാൻ നിന്നാൽ വൈകും, കുറച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും, എത്താൻ ലേറ്റായ ട്രിപ്പ് ക്യാൻസലാവും. സച്ചേട്ടാ ഇരിക്ക്, ഞാൻ പെട്ടെന്ന് എടുക്കാം. മോളെ പറയുന്ന കേക്ക്, ലേറ്റായ ട്രിപ്പ് ക്യാൻസലാവും. ആ പോയിക്കോട്ടെ മോനെ, ഇപ്പം പോണതാ നല്ലത്. ആർക്ക് നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ കൈ ഇങ്ങനെ മണത്തിട്ട്, അതെ രേവതി, നീ മീൻകറിയുടെ മണം ഇപ്പോഴും കയ്യിലുണ്ട്, സൂപ്പർ കറി ഉണ്ടായിരുന്നു. ചേച്ചി ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയതല്ലേ, പിന്നെ എങ്ങനെ സൂപ്പറാകാതിരിക്കും. കറി ബാക്കിയുണ്ട്? ആ ഉണ്ട്, എങ്കിൽ അതും എടുത്ത് വയ്ക്ക്, ഞാൻ രാത്രി വന്നിട്ട് കഴിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പെട്ടു. അയ്യോ അപ്പോൾ രാത്രി അവൻ ഇനി ഇങ്ങോട്ട് വരുമോ? ഞാൻ കറി ചൂടാക്കി വയ്ക്കാം, സച്ചേട്ടൻ രാത്രി വരുമോ? പിന്നെ വരാതെ വരും എന്ന് പറഞ്ഞു. ഷോ എന്നിട്ട് സച്ചി ഇതേ പോകാനായിട്ട് റെഡി ആയിട്ടോ. അമ്മ ഇതാണല്ലോ പണി പാളി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിക്കാണ്, ദേവും അനിയനും. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചിങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഗജാനന്ദൻ്റെ ശിങ്കിടികൾ അതിലേ വരുന്നത് കേട്ടോ. അപ്പോൾ അവന്മാരിങ്ങനെ നോക്കുകയാണ്. സച്ചി എന്താ ഇവിടെ? ഭാര്യയെ കാണാൻ വന്നതായിരിക്കും. അല്ല എൻ്റെ പൊന്നോ, ഇന്നാണെങ്കിൽ ഇന്ന് രാത്രി ഇവളെ വന്ന് പൊക്കാമെന്ന് ഗജാനന്ദ ബോസ് പറഞ്ഞതല്ലേ. ഇവൻ ഇവിടെ ഉണ്ടായി നടക്കില്ല, പേടിക്കണ്ട, ആടി മാസമല്ലേ, അവൻ ഇവിടെ താമസിക്കില്ല. ആണോ? എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ രേവതി മൈത്രി നഗറിലേക്ക് ഏത് വഴി പോകണം എളുപ്പം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രേവതി ഇങ്ങനെ വഴിയൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കയറി വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഗ്ലാസ് തിരിച്ചു വെച്ചപ്പോഴാണ് ഇവന്മാർ രണ്ടുപേരും അവിടെ നിന്ന് നോക്കുന്നത്. വണ്ടിയുടെ ഗ്ലാസ്സിലൂടെ സച്ചി കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് കല്ലി പൂണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ വേഗം ഇങ്ങനെ നോക്കിയിട്ട്, അതെ രേവതി, ഞാൻ വാച്ച് മറിഞ്ഞു, നീ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. എടുത്തുകൊണ്ട് വരാം, ഇപ്പം കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇവന്മാരുടെ നിപ്പ് കണ്ട സച്ചിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ സച്ചി എന്താണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയാണ്. നേരെ ഫോൺ വിളിച്ച, മഹേഷേ മൈത്രി നഗറിലേക്ക് ഒരു ട്രിപ്പുണ്ട്, നീ ഒന്ന് വേഗം ചെല്ലണം, എനിക്ക് ഇത്തിരി അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. വീടും ലൊക്കേഷനൊക്കെ ഇടാം. അപ്പോൾ അവസാനം സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്താണെന്ന്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ലക്ഷ്മിക്ക്. ഇപ്പം അമ്മയ്ക്ക് സമാധാനം ആയല്ലോ അല്ലേ? അതെ സച്ചേട്ടൻ വാച്ച് മറന്നു, ഞാൻ കൊടുത്തിട്ട് വരാം. അപ്പോൾ സച്ചി രാത്രി കയറി വരുവാ, ഇങ്ങി പോന്നോ? പെട്ടെന്ന് വാച്ച് കൊടുക്കുമോളെ, മോൻ ജോലിക്ക് പോട്ടെ. ദാ ഈ വാച്ചൊന്നും വേണ്ട, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി രേവതിക്ക്. പോന്നില്ലേ? അതെന്താ മോനെ? അപ്പോൾ ട്രിപ്പ് വിളിച്ചവർ വെയിറ്റ് ചെയ്യില്ലേ സച്ചി? പെട്ടെന്ന് ചെല്ല്. അയ്യോ ഇല്ലമ്മേ, അതെ ആ ട്രിപ്പ് ക്യാൻസലായി. രേവതി നീ ഒരു ചായ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി പോയി വേഗം ചായ എടുക്കുക. ഞാൻ ഇന്നിന് വീട്ടിൽ പോകണില്ല, ഇവിടെ തന്നെ കഴിയാം എന്ന് വിചാരിച്ചു. അടിപൊളി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അല്ല ഞാനിവിടെ വരുന്നില്ല, താമസിക്കുന്നില്ല എന്നുള്ള അമ്മയുടെ പരിഭവം മാറിയല്ലോ അല്ലേ? എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? രേവതി ഭയങ്കര ഹാപ്പിയായി ചായ കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് വേണ്ട കുറേ അയൽവക്കംകാർ വരുന്നത്. സച്ചി എല്ലാവരും വാ, ഇരിക്കേച്ചി. എന്താ എല്ലാവരും ഇവിടെ? ഞങ്ങൾ സച്ചിയെ കാണാൻ വന്നതാ. അപ്പോൾ 3 പേരുണ്ട് കേട്ടോ. ഇരിക്ക്, എല്ലാവരും ഇരിക്കുക. രേവതി എല്ലാവർക്കും ചായ എടുക്കുക. അപ്പോൾ ദേവ് പറഞ്ഞു ഞാനെടുക്കാമെന്ന് പറഞ്ഞ് ദേവ് പോയി ചായ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവരെല്ലാം ഇരിക്കുക. എന്താ സച്ചി കെട്ടിയോളെ കാണാൻ നിൽക്കാൻ പറ്റണില്ലേ? ആടിമാസമാണെന്ന് മറന്നോ? അല്ല ഭക്ഷണം കഴിക്കാൻ വന്നതാന്നേ. സൂപ്പർ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ രേവതി ഉണ്ടാക്കി തന്നു. ഭക്ഷണം കഴിക്കാമെന്ന പേരിൽ ഇവിടെ കാണാൻ വന്നതല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരുടെ. ആടിമാസത്തിൽ ഭാര്യ വീട്ടിൽ വരാൻ പാടുണ്ടോ സച്ചി? അപ്പോൾ പിന്നെ എന്തു പറയും? അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ലക്ഷ്മി. അതെ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, ഏത് മാസമായാലും ഭാര്യയെ കാണാനായിട്ട് ഭർത്താവിന് വരാം, പണ്ടത്തെ പോലെ വല്ലാണ് ഇപ്പം എന്താ ആചാരം? അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചു. പക്ഷേ ലക്ഷ്മിയുടെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തി പോലെ ഇരിക്കുക. സച്ചി ഇവിടെ വരുന്നത് സന്തോഷമാണ്, ഞങ്ങളുടെ ധൈര്യം കേട്ടോ സച്ചി, എത്ര നന്ദി പറയണം. അപ്പോൾ ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അതെ നന്ദിയുണ്ട് കേട്ടോ ഒരുപാട്, ഞങ്ങളതിന് നന്ദി പറയാൻ വന്നതാ. അതിന് ചായ കൊണ്ടുവന്നത് ഞാനല്ലല്ലോ, ഇവളല്ലേ, അപ്പോൾ ഇവളോടല്ലേ നന്ദി പറയേണ്ടത് എന്ന് ചോദിച്ചു. ചായ കൊണ്ടുവന്നതിനുമല്ല, ഞങ്ങൾ ഗജാനന്ദൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഗജാനന്ദൻ്റെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയാണ് ജീവിച്ചിരുന്നത്. ശരിക്കും സച്ചി അന്ന് വന്ന് 2 കൊടുത്തെല്ലാം ശരിയാക്കിയതോടെ ഇപ്പം മര്യാദയ്ക്കാണ് അവൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഉണ്ടേലുണ്ട്, ഇല്ലേലില്ല, അവൻ ഒരു പ്രശ്നത്തിനും നിൽക്കാറില്ല. സച്ചിയാണ് ഞങ്ങൾക്ക് വന്നത്. പിന്നെ നമ്മൾ ആരെയും ഭയപ്പെടരുത്, ഭയപ്പെട്ട് നിന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അങ്ങനെ നിൽക്കേണ്ടി വരും. നമ്മൾ ആരെ ഭയപ്പെടുന്നോ അവൻ നമ്മുടെ തലയിൽ കയറും. എൻ്റെ അച്ഛമ്മ ഒരു കഥ പറയുമായിരുന്നു, കേൾക്കണോ?
കുട്ടിക്കഥയായിരിക്കും അല്ലേ ദേവു എന്ന് പറഞ്ഞു. ആ പിന്നെ കേട്ടോ. അതെ, ഒരു ഗ്രാമത്തിൽ ഒരു സുശീലൻ എന്ന് പേരുള്ള ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു. ഒരിക്കലും ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം നിൻ്റെ സമയം ശരിയല്ല, വെള്ളം കാരണം നിനക്ക് മരണം സംഭവിച്ചേക്കാം, അതുകൊണ്ട് 24 മണിക്കൂർ നീ വെള്ളം ഉള്ളിടത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞു. ഏത് വെള്ളമാണ് സച്ചിയേട്ട ഉദ്ദേശിച്ചത്? കുടിക്കുന്ന വെള്ളം തന്നെ, മറ്റേ വെള്ളം അല്ല എന്ന് പറഞ്ഞു. ശരി. ജ്യോത്സ്യൻ പറയുന്നത് കേട്ട് ഭയന്നിട്ട് അയാൾക്ക് പെട്ടെന്ന് എക്കിള് വന്നു കേട്ടോ. ആ സമയത്ത് എല്ലാവരും അയാളോട് പറഞ്ഞു വെള്ളം കുടിക്കാൻ. പക്ഷേ അയാൾ വെള്ളം കുടിച്ചില്ല. വെള്ളം കുടിച്ചാൽ മരിക്കുന്നല്ലേ ജ്യോത്സ്യർ പറഞ്ഞത്. അതാ സംഭവം. അവസാനം അയാൾക്ക് എന്ത് സംഭവിച്ചു സച്ചി? എന്ത് സംഭവിക്കാൻ? വെള്ളം കുടിക്കാതെ തന്നെ അയാൾ എക്കിള് നിൽക്കാതെ മരിച്ചു. അതാണ് സംഭവം. സച്ചി ഒരു കോമഡി തന്നെ എന്ന് പറഞ്ഞു. ഇനിയുണ്ട് കോമഡി ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കോമഡിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് രേവതിയുടെ അമ്മയാണെങ്കിൽ വെപ്രാളം പിടിച്ച്, അല്ല നിങ്ങൾ പോണില്ലേ? ശരിയാണല്ലോ, നമ്മൾ വന്നിട്ട് ഒത്തിരി നേരമായി. നമ്മളെ ഇനിയിപ്പോൾ സച്ചിയുടെ തമാശ കേട്ട് ഇരിക്കാൻ പറ്റില്ല. എന്ത് രസമാണ് പറയുന്നത് കേൾക്കാൻ. എന്നാൽ ശരി സച്ചി, ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പോയി. അപ്പം എന്താണെങ്കിലും സച്ചിയുടെ തമാശ സൂപ്പർ കേട്ടോ, ഞാൻ കോളേജിൽ ചെന്ന് പറയുമെന്ന് പറഞ്ഞ് ഇവരും. അവസാനം രേവതി അകത്തേക്ക് കയറി പോവാണ്. പിന്നെ ഭക്ഷണം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ആകെ പെട്ട് നിൽക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ പറയുക, എടി നീ അവനെ പറഞ്ഞു വിടടി, അവനോട് പോകാൻ പറ, അവൻ പോകുന്നില്ലേ, അമ്മ ഒന്ന് മിണ്ടാതിരി എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി നേരെ വന്നു, ഫുഡ് എടുത്തു, ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും നല്ല ഫുഡ്, പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. അച്ഛനില്ലാത്തത് മാത്രം എൻ്റെ സങ്കടം. അല്ല മോനെ, മോൻ വീട്ടിൽ പോകണില്ലേ? അച്ഛനെ കണ്ടില്ലെങ്കിൽ വിഷമാവില്ലേ? അതിനെന്താ, ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്ത് പറയാനാ, നിങ്ങളും ഇരിക്കുക. അല്ല സച്ചിയേട്ടൻ കഴിക്കുക. അപ്പം സച്ചി തന്നെ കഴിക്കുകയാണ്. എങ്ങനെ ഇവനെ ഒന്ന് പറഞ്ഞു വിടുക, നീ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. ഉടനെ പോയിട്ട്, എടി നീ ഒന്ന് അവനെ പറഞ്ഞു വിട് എന്ന് പറഞ്ഞു. എനിക്ക് പറ്റില്ല അമ്മ എന്ന് പറഞ്ഞു വിട്. എനിക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞത്. ഞാൻ എങ്ങനെയാടി പറയുക? ഞാൻ പറഞ്ഞ അവൻ നല്ല രീതിയിലായിരിക്കില്ല എടുക്കുക. ഞാൻ പറഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. തൽക്കാലം അമ്മ വേണമെങ്കിൽ പറഞ്ഞു വിട്. എടി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചേട്ടൻ പോയി ഇഷ്ടമുണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. അമ്മയ്ക്കിപ്പോൾ എന്താ? അത് പറ്റില്ല എന്നിങ്ങനെ തറപ്പിച്ച് ലക്ഷ്മി പറയുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.